ശിവപ്രസാദം ജ്യോതിഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ പറയാൻ പോകുന്ന വിഷയം എന്ന് വെച്ചാൽ കർക്കിടക മാസം എന്ന് പറയുന്നത് എന്താണ്? ഭക്തിയുടെ ഒരു മാസമാണ് അല്ലേ? അപ്പോൾ രാമായണ മാസം എന്നും പറയുന്നുണ്ട്. ഭക്തിയുടെ മാസം, അതായത് ഭക്തിപരമായിട്ട് നമ്മൾ ഇരിക്കേണ്ട ഒരു മാസമാണെന്ന് പറയും. അപ്പോൾ ഈ പറയുന്ന കുറച്ച് നക്ഷത്രക്കാർക്ക് എന്താണ്, ഈ കറുത്ത വാവ് വരെ വളരെയധികം ദോഷങ്ങളാണ് ഞാൻ പറയാൻ പോകുന്ന കുറച്ച് നക്ഷത്രക്കാർക്ക്. അപ്പോൾ അവർ ചില കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് ചില വഴിപാടുകളൊക്കെ ഒന്ന് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ ജീവിതത്തിൽ ആ ഒരു കഷ്ടപ്പാട് വരാതെ അവർക്ക് ഭഗവാൻ കാവലായിട്ട് ഉണ്ടാവുന്നതാണ്. അപ്പോൾ ആ നക്ഷത്രക്കാർ ആരൊക്കെയാണെന്നൊന്ന് പറയാം. അപ്പോൾ ആ നക്ഷത്രക്കാർക്ക് വരാൻ പോകുന്ന ദോഷങ്ങൾ എന്താണെന്നും അതിനെന്തൊക്കെ പരിഹാരം ചെയ്യണമെന്നും ഈ വീഡിയോയിൽ പറയുന്നത്. അതിൽ ഈ മാസം വാവെന്ന് പറയുന്നത് ഓഗസ്റ്റ് 12-നാണ്. അപ്പോൾ അതുവരെയാണ് കൂടുതലായിട്ടും അവർ ശ്രദ്ധിക്കേണ്ടത്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അന്ന് വലിയ പ്രശ്നങ്ങൾ വരില്ല. അതുവരെ ഒന്ന് എല്ലാവരും ഒന്ന് ഞാൻ പറയുന്ന ഇത്രയും നക്ഷത്രക്കാരൊന്ന് പ്രത്യേകം ശ്രദ്ധിച്ചാൽ വളരെയധികം നന്നായിരിക്കും. അതിലൊന്നാമത്തെ നക്ഷത്രമാണ് അത്തം നക്ഷത്രം. അത്തം നക്ഷത്രത്തിന് ഈ മാസം വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ്. ഇവർ വാഹനങ്ങളൊക്കെ ഓടിക്കുമ്പോൾ അപകട സാധ്യതയൊക്കെ ഉണ്ടാകാൻ സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ അവരെല്ലായ്പ്പോഴും ഒക്കുന്ന സമയത്തൊക്കെ ഭഗവാനെ വിളിക്കുക. അതായത് ഓം നമ ശിവായ, വലിയ മന്ത്രങ്ങളൊന്നും ജപിച്ചില്ലെങ്കിലും ഓം നമ ശിവായ എന്ന മന്ത്രം ജപിക്കുക. അതുപോലെ തന്നെ അടുത്തുള്ള ശിവക്ഷേത്രം, നിങ്ങളുടെ വീടിനടുത്ത് ശിവക്ഷേത്രം ഉണ്ടെങ്കിൽ അവിടെ പോയി ഭഗവാന് എന്ത് ചെയ്യുക, ഞായറാഴ്ച ദിവസം ഒക്കുമെങ്കിൽ ഞായറാഴ്ച ദിവസം പോകാൻ നോക്കുക. ഭഗവാന് കുളത്തുമാലയും അർച്ചനയും വഴിപാടും ഒക്കെ നടത്തുക. അപ്പോൾ വഴിപാടൊക്കെ നടത്തിയപ്പോൾ നമുക്ക് കിട്ടുന്ന ഭസ്മം ഉണ്ടല്ലോ, വഴിപാട് നടത്തിയിട്ട് അതിനകത്ത് പൂവും പുഷ്പവും ഇതൊക്കെ ഇട്ടിട്ട് ഭസ്മവും ഒക്കെ തരുമല്ലോ. അപ്പോൾ ആ പൂക്കളൊക്കെ നമ്മൾ മാറ്റിയതിന് ശേഷം ആ ഭസ്മം എടുത്ത് നന്നായിട്ട് നമ്മുടെ പൂജാമുറിയിൽ വെക്കേണ്ട പൂജാമുറിയിൽ നിന്ന് മാറ്റി വേറെ എവിടെയെങ്കിലും ഒരു ഭാഗത്ത്, നമ്മുടെ ബെഡ്റൂമിൽ തന്നെ ആണെങ്കിലും മതി, അലമാരിയിൽ പ്രത്യേകം സൂക്ഷിച്ച് വെക്കുക. അതൊരു ടിന്നിലെല്ലാം ഇട്ടിട്ട് എന്നിട്ട് അതിൽ എന്നും കുളിച്ചിട്ട് വന്നിട്ട് രാവിലെ ഭസ്മം തൊടുക. നമ്മൾ പുറത്തോട്ടൊക്കെ പോകുന്ന സമയത്ത് ആ ഭസ്മം ഒന്ന് തൊട്ട് ഭഗവാനെ നമിക്കുക, ഒന്ന് പ്രാർത്ഥിച്ചോളുക. അപ്പോൾ എപ്പോഴും ഒരു പ്രാർത്ഥന കൂടുതലായിട്ട് വേണ്ടുന്ന ഒരു സമയമാണെന്ന് അർത്ഥം. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് മകം നക്ഷത്രമാണ്. മകം നക്ഷത്രക്കാരും ഇതുപോലെ പ്രത്യേകം ശ്രദ്ധിക്കുക. അവർക്കും ഇതുപോലെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ, അതായത് ചെറിയൊരു പനി വന്നാലും മതി, അതൊരു ചെറിയ പനിയാണ് എന്ന് വെച്ചിട്ട് ഹോസ്പിറ്റലിൽ പോകാൻ നിങ്ങൾ ഇരിക്കരുത്. ഉറപ്പായിട്ട് നിങ്ങൾ ഹോസ്പിറ്റലിൽ പോകണം, അതിന് വേണ്ടുന്ന ട്രീറ്റ്മെൻറ്റ് എടുക്കണം. ചിലപ്പോൾ ആ ചെറിയ പനി മതിയായിരിക്കും നമുക്ക് ഗുരുതരമായ ഒരു അവസ്ഥയിലോട്ട് നമ്മളെ കൊണ്ടെത്തിക്കാൻ സാധിക്കും. അതായത് ആ ഒരു ഒരു വിഷമഘട്ടമുള്ള സമയമാകുമ്പോൾ അങ്ങനെയാണ്. അതുപോലെ തന്നെ അഗ്നി ഭയമൊക്കെ ഉണ്ടാകാൻ സാധ്യത വളരെ കൂടുതലാണ്. അതായത് തീപ്പൊള്ളലൊക്കെ ഏൽക്കാതുകൊണ്ട് അങ്ങനെയൊക്കെയുള്ള, അതായത് ഹോട്ടൽ ഒക്കെ നടത്തുന്നവരൊക്കെ ആണെങ്കിൽ അപ്പോൾ ഫുഡൊക്കെ കുക്ക് ചെയ്യുന്ന സമയത്ത് ഒക്കെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിച്ചോളുക. ഷെഫുമാർ അതുപോലൊക്കെ ഉള്ളവർ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക, പൊള്ളലൊന്നും ഏൽക്കാതെ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ മകനക്ഷത്രക്കാരും ശിവക്ഷേത്രത്തിൽ പോകുക. അതുപോലെ ഇവരൊക്കുമെങ്കിൽ ഒരു മൃത്യുഞ്ജയ അർച്ചന ഇവരുടെ നാൾ വരുമല്ലോ മാസത്തിൽ, ഇവരുടെ മകം നക്ഷത്രം വരുന്ന, അതായത് പക്കപ്പിറന്നാളിന് നടത്തുക. അപ്പോൾ കുറേ ദോഷങ്ങൾ മാറിക്കിട്ടും, ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകുന്നതാണ്. അതുപോലെ തന്നെ അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് ചോതി നക്ഷത്രമാണ്. ചോതി നക്ഷത്രക്കാരും വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ്. അതുപോലെ ചോതി നക്ഷത്രക്കാർക്ക് ഭാഗ്യമൊക്കെ ഉദിച്ചിരിക്കുന്ന സമയമാണ്, ഓക്കെ. പക്ഷെ അല്പം ദോഷങ്ങളുമുണ്ട്. അതുകൊണ്ടാണ് ഇവർ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് പറയുന്നത്. അതായത് ചോതി നക്ഷത്രക്കാർക്ക് രാജയോഗമൊക്കെ ഉദിച്ചിരിക്കുന്ന സമയമൊക്കെയാണ്, പക്ഷേങ്കിൽ കാലദോഷത്തിൻ്റെതായ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഭഗവാനെ, അതായത് എല്ലാവരും മഹാദേവനെ പ്രാർത്ഥിക്കുക. മൃത്യുഞ്ജയ മന്ത്രമൊക്കെ അറിയാവുന്നുള്ളവർ അത് ജപിക്കുക. ഓം നമഃ ശിവായ ജപിക്കുക. അത് ഓം നമഃ ശിവായൊക്കെ രാവിലെ പ്രഭാതത്തിൽ തന്നെ ജപിക്കുക, ഒരു 108 വട്ടം. അതുപോലെ രാത്രിയിൽ ഉറങ്ങുന്നതിന് മുന്നേ ഒരു 108 പ്രാവശ്യം ഓം നമഃ ശിവായ നന്നായി ഭജിക്കുക. അതുപോലെ ശിവക്ഷേത്രത്തിൽ പോവുക.
ഇവർക്കെന്ന് വെച്ചാൽ കുറച്ച് മുൻകോപമൊക്കെ കൂടുതലായിരിക്കും. അതൊക്കെ ഒന്ന് നിയന്ത്രിക്കുക. അതുപോലെ ജോലിയിലൊക്കെ ഇവർ മേലധികാരികളുടെ കോപത്തിനൊക്കെ ഇടയാകുന്നതാണ്. അതായത് മുൻകോപം കാരണം കാര്യം അധികാരികൾ, അതായത് നമ്മുടെ മേലുദ്യോഗസ്ഥർ എന്തെങ്കിലും പറയുമ്പോൾ അത് ഇഷ്ടപ്പെടാതെ വരും. അതുപോലെ ആരോഗ്യപരമായിട്ട് ഇവർ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം. വയറുമായിട്ട് ബന്ധപ്പെട്ട അസുഖങ്ങളൊക്കെ വരാൻ സാധ്യത ഇവർക്ക് കൂടുതലാണ്. അതുപോലെ നിങ്ങൾ ഉറപ്പായിട്ടും മഹാദേവനെ നന്നായി പ്രാർത്ഥിക്കുക. നോക്കുമെങ്കിലൊരു മൃത്യുഞ്ജയ ഹോമം തന്നെ നടത്താൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് അവിട്ടം നക്ഷത്രമാണ്. ഇവർക്കും വളരെയധികം ദോഷങ്ങൾ വന്ന് ഭവിക്കാൻ പറ്റിയ സമയമാണ്. അതായത് ഇവർ പറയുന്നതൊക്കെ ചെയ്യുന്നതൊക്കെ ഒരു അബദ്ധത്തിൽ ചെന്ന് വിടാൻ സാധ്യത വളരെ കൂടുതലാണ്. എന്ത് കാര്യത്തിന് ഇറങ്ങാനോ അത്ര ബെറ്ററായ ടൈമല്ല. എന്ത് കാര്യത്തിൽ ചെന്നാലും ഇടപെട്ടാലും അത് അബദ്ധത്തിൽ ചെന്ന് കലാശിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. വാഹനം ഓടിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ ജോലി സ്ഥലത്ത് ചതവുണ്ടാകാൻ സാധ്യത വളരെ കൂടുതലാണ്. കൂടുള്ളവരൊക്കെ പറയുന്നതൊക്കെ കേട്ട് നമ്മൾ അതും ഇതൊന്നും ചെയ്യാതിരിക്കുക. അതുപോലെ വളരെ ശത്രുദോഷങ്ങളൊക്കെ വളരെ കൂടുതലായിട്ട് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതൊക്കെ ഈ ദോഷത്തിൻ്റെ ഫലമായിട്ടാണ്. അപ്പോൾ മഹാദേവനെ അടുത്ത് ക്ഷേത്രമുണ്ടെങ്കിൽ അവിടെ പോവുക, മഹാദേവനെ നന്നായി ഭജിക്കുക, കൂളത്തുമാല മേടിച്ചു കൊടുക്കുക, അതുപോലെ സ്വന്തം നാളിലെ അർച്ചനകൾ നടത്തുക. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു വഴിപാട് ചെയ്താൽ മതിയാകും. അതല്ലേ മൃത്യുഞ്ജയ ഹോമമോ മൃത്യുഞ്ജയ അർച്ചനയോ നിങ്ങൾക്ക് നടത്താം. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിലൂടെ ഭഗവാന്റെ അനുഗ്രഹം കിട്ടുകയും ഭഗവാന്റെ ഒരു പ്രത്യേക പ്രൊട്ടക്ഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഭഗവാന്റെ പ്രൊട്ടക്ഷൻ ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഒന്നിനെയും ഭയക്കേണ്ട ആവശ്യമില്ല. അതുപോലെ അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് മകയിരം നക്ഷത്രമാണ്. മകയിരം നക്ഷത്രക്കാർക്ക് ഈ സമയം വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ്. അതായത് ശത്രുശല്യം വളരെയായിട്ട് കൂടുന്ന സമയമാണ്. അതായത് ശത്രുക്കൾ വളരെയധികം ഉപദ്രവിക്കുന്ന ഒരു സമയമായിട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ വളരെയധികം ഓരോ കാര്യങ്ങളിലൊക്കെ ഇറങ്ങി പുറപ്പെടുമ്പോൾ വളരെ നഷ്ടങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുപോലെ കുടുംബത്തിൽ കലഹങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പിന്നെ അവരുടെ മുൻകോപമൊക്കെ അല്പം കുറയ്ക്കുന്നത് വളരെ നന്നായിരിക്കും. മേലധികാരികളിൽ നിന്ന് അപ്രീതിയൊക്കെ ഉണ്ടാകാൻ സാധ്യത വളരെ കൂടുതലുള്ള സമയമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കുക. ഭഗവാനിൽ അർപ്പിച്ച് ജീവിക്കുക. ഓം നമഃ ശിവായ മന്ത്രം പ്രഭാതത്തിലും നമുക്ക് ഒക്കുന്ന ടൈമിലൊക്കെ, പ്രഭാതവും വൈകുന്നേരവും എന്ന് മാത്രമല്ല, നമുക്കെപ്പോഴും നമുക്കത് ജപിക്കുന്നതിന് പ്രത്യേക ടൈമിൻ്റെ ഒന്നും ആവശ്യമില്ല. എനി ടൈമും ഭഗവാനെ സ്മരിച്ച് തന്നെ ഇരിക്കുക. പ്രത്യേകിച്ച് ഈ വാവ് വരുന്നിടം വരെ, അതായത് ഓഗസ്റ്റ് 12 വരെയെങ്കിലും നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് രോഹിണി നക്ഷത്രമാണ്. രോഹിണി നക്ഷത്രക്കാർക്കും സ്വല്പം പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യത വളരെ കൂടുതലാണ്. അതുപോലെ പല കാര്യത്തിന് ഇറങ്ങിച്ചെന്നാൽ അവരുടെ കാര്യം ഇതുപോലെ തന്നെ അബദ്ധങ്ങളിലൊക്കെ ചെന്ന് വീഴാൻ സാധ്യതയുണ്ട്. പിന്നെ അതുപോലെ പെട്ടെന്ന് തന്നെ അസുഖം, ഒരു കുഴപ്പമില്ലാത്ത ഇരുന്നാളിന് പെട്ടെന്ന് കാലിന് വേദന, കൈക്ക് വേദന, മസിൽസിന് പെയിൻ ഇതൊക്കെ ഉണ്ടാവുക, ഇതൊക്കെ ഒരു ദോഷഫലമായിട്ടാണ് കാണുന്നത്. അതായത് ഈ വാവൊക്കെ എടുക്കുന്നത് മൂലം ഒക്കെയുള്ള ദോഷത്തിൻ്റെ ഫലമായിട്ടാണ്. അപ്പോൾ കാലദോഷം എന്ന് പറയാം. അപ്പോൾ ഈ സമയത്ത് ട്രീറ്റ്മെൻറ്റ് എടുക്കുക, ഹോസ്പിറ്റലിൽ പോവുക, ട്രീറ്റ്മെൻറ്റ് എടുക്കുക. അതുപോലെ തന്നെ ഭഗവാനെ നന്നായി ഭജിക്കുക. അടുത്ത ശിവക്ഷേത്രം ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ പോയി ഭഗവാനെ ഭജിക്കുക. അതുപോലെ വിദേശത്തൊക്കെ ഉള്ളവരാണെങ്കിൽ നമുക്കിപ്പോൾ അടുത്ത ക്ഷേത്രങ്ങളൊന്നുമില്ല, നമ്മൾ വിളക്ക് കത്തിച്ച് വെക്കുക. വിളക്ക് കത്തിച്ച് വെച്ചതിന് ശേഷം ഭഗവാനെ ഒരു പുഷ്പങ്ങളൊക്കെ കിട്ടുമായിരിക്കുമല്ലോ, അപ്പോൾ പുഷ്പങ്ങൾ എന്തെങ്കിലും ഒരു പുഷ്പം ഭഗവാന് സമർപ്പിച്ചതിന് ശേഷം ഉള്ളൊരുകി ഭഗവാനെ വിളിക്കുക. ഓം നമഃ ശിവായ എന്ന മന്ത്രം ആ വിളക്കിൻ്റെ മുന്നിലിരുന്ന് ഒരു 108 വട്ടം ജപിക്കാൻ നോക്കുക. അപ്പോൾ നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം ഉണ്ടാകുന്നതായിരിക്കും. ഇപ്പം നമ്മൾ ക്ഷേത്രത്തിൽ പോകാൻ പറ്റാത്തവർ അങ്ങനെ ചെയ്യാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് തന്നെ അതിന് ഇങ്ങനെ ചെയ്താലും മതിയാവും. ഭഗവാനെ മനസ്സാണ്, നമ്മുടെ മനസ്സർപ്പിച്ചുള്ള പ്രാർത്ഥനയാണ് ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത്. അപ്പോൾ മനസ്സർപ്പിച്ച് ഭഗവാനെ വിളിക്കുക. സാക്ഷാൽ മഹാദേവൻ ക്ഷിപ്രപ്രസാദിയാണ്. അതുകൊണ്ട് തന്നെ ഭഗവാൻ വളരെയധികം പ്രസാദിക്കുകയും നമ്മുടെ ദോഷങ്ങളൊക്കെ വളരെ പെട്ടെന്ന് തന്നെ മാറ്റുന്നതുമായിരിക്കും. അടുത്ത നക്ഷത്രം തൃക്കേട്ട നക്ഷത്രക്കാരാണ്. ഇവരും വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ്. തൃക്കേട്ട നക്ഷത്രക്കാർക്ക് ധനനഷ്ടം വരാനാണ് സാധ്യത വളരെ കൂടുതലായിട്ട് കാണുന്നുണ്ട്. അതായത് ഇവർ ബിസിനസ്സിനോ മറ്റോ ഇറങ്ങി പുറപ്പെടുമ്പോൾ അവർക്ക്
എന്താണ് ധനപരമായിട്ടുള്ള ഇടപാട് കൂടുതലുള്ള അതാണല്ലോ ബിസിനസ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ രേഖാപരമായിട്ടെല്ലാം രേഖപ്പെടുത്തുകയും അല്ലെങ്കിൽ നിയമപരമായിട്ടുള്ള കാര്യങ്ങളിലൂടെ അവർ ബിസിനസ് ആയാലും എന്തായാലും സ്റ്റാർട്ട് ചെയ്യാവൂ. അല്ലെങ്കിൽ അവർക്ക് വലിയ നഷ്ടങ്ങൾ വരും. നഷ്ടങ്ങൾ വരാതെ അവർ പ്രത്യേകം ശ്രദ്ധിക്കണം. അതായത് ഈ സമയം അവർക്ക് അത്ര അനുകൂല സമയമല്ല. വാഹനമൊക്കെ കൈകാര്യം ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. കുടുംബ കലഹങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെ ഇവർ ശിവപ്രീതികരമായ കർമ്മങ്ങൾ ശിവഭഗവാനെ പ്രീതിപ്പെടുത്തുക. ഭഗവാന് ഒരു എന്താ പറയുന്നത് ഒരു വെള്ളം, അതായത് വെള്ളം കൊണ്ട് അഭിഷേകം, അതായത് ജലധാര നടത്തിയാലും മതി. ഭഗവാന് അങ്ങനെ വലിയ പൂജകളോ കർമ്മങ്ങളോ ഒന്നും ആവശ്യപ്പെടുന്ന ഭഗവാനല്ല മഹാദേവൻ. നമ്മൾ മനസ്സർപ്പിച്ചുള്ള ഒരു ജലധാര നടത്തിയാലും മതി. ഭഗവാൻ ആ ദോഷം നമുക്ക് മാറ്റിത്തരും. ഉറപ്പായിട്ടും നിങ്ങൾക്ക് അടുത്ത് ശിവക്ഷേത്രം ഉണ്ടെങ്കിൽ അവിടെ പോയി കൂളമാല സമർപ്പിച്ച് ഒരു ജലധാരയുടെ നടത്തുക, ഒരു പിൻവിളക്ക് നടത്തുക. അപ്പോൾ നിങ്ങളുടെ ദോഷങ്ങളൊക്കെ മാറുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു.